Hi friends, Assalamualaikum. Welcome back to NAAZ recipes. എൻ്റെ കഴിഞ്ഞ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് എൻ്റെ ഉമ്മ ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരാറുള്ള ഒരു ഫ്രൈഡ് ചിക്കനാണ്. ഞങ്ങളതിനെ വിളിക്കുന്ന പേര് ഉമ്മാസ് ഫ്രൈഡ് ചിക്കൻ UFC. UFC ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ 5-6 ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. വിത്ത് സ്കിന്നാണ്, വിത്തൗട്ട് സ്കിന്നായാലും കുഴപ്പമില്ല. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, റെഡ് ചില്ലി ഫ്ലേക്സ്, ബ്ലാക്ക് പെപ്പർ പൗഡർ, സാൾട്ട്, പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര്. ചിക്കൻ നമുക്ക് കോട്ട് ചെയ്യാനായിട്ട് 2-3 മുട്ടയുടെ വെള്ള, ബ്രെഡ് ക്രംസ്, ഓട്സ്, പിന്നെ ഡീപ്പ് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ. നമുക്കിനി ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. ചിക്കൻ നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്ത് നന്നായിരിക്കും. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചില്ലി ഫ്ലേക്സ്, ബ്ലാക്ക് പെപ്പർ പൗഡർ, സാൾട്ട്, പിന്നെ ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇത് ഒരു 1-2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുക. പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ആഡ് ചെയ്യുക. ഓയിലോ വെള്ളമോ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ചിക്കൻ വെന്ത് വരുമ്പോൾ അതിലെ വെള്ളം തന്നെത്താൻ ഇറങ്ങി വരും. ചിക്കൻ പീസസ് നമുക്ക് സ്റ്റൗമ്മ വെക്കാതെ മൈക്രോവേവിൽ ഒരു 6-7 മിനിറ്റ്സ് വെച്ച് വേവിച്ചാലും കുഴപ്പമില്ല. ചിക്കൻ നമ്മൾ മൂടി വെച്ച് വേവിക്കുമ്പോൾ അത് ലോ ഫ്ലെയിമിൽ വേണം വേവിക്കാനായിട്ട്. പാനിൻ്റെ ലിഡ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഫ്ലേവേഴ്സ് എല്ലാം പിടിച്ചിട്ട് നല്ലൊരു സ്മെല്ല് വരും. ഇങ്ങനെയുള്ള ചിക്കൻ ഒരു 80% വെന്ത് കിട്ടിയാൽ മതി. ബാക്കി നമ്മൾ ഓയിലിൽ ഡീപ് ഫ്രൈ ചെയ്യുമ്പോൾ വെന്തോളും. വെന്ത് വരുന്ന ചിക്കനത്തെ വെള്ളം കളയാനായിട്ട് നമുക്ക് സ്റ്റൗ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് പാൻ ഓപ്പൺ ചെയ്ത് വെച്ച് നമുക്ക് വേവിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, അടിയിൽ പിടിക്കരുത്. വെള്ളം വറ്റി വരുമ്പോൾ ചിക്കൻ പീസസ് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ കോട്ട് ചെയ്തെടുക്കാം. 3 മുട്ടയുടെ വെള്ളമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് കുരുമുളകും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കുക. 2 കോട്ടിങ്ങാണ് നമുക്ക് ഫ്രൈഡ് ചിക്കൻ വരുന്നത്. ആദ്യത്തെ കോട്ടിങ്ങിനായിട്ട് ചിക്കൻ പീസസ് മുട്ടയുടെ വെള്ളയിൽ മുക്കിയെടുത്തതിന് ശേഷം അത് ബ്രെഡ് ക്രംസിലേക്ക് ആഡ് ചെയ്യുക. ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ചും കൂടി ക്രിസ്പിനെസ് കിട്ടാനായിട്ട് ബ്രെഡ് ക്രംസിൽ അരിപ്പൊടി മിക്സ് ചെയ്യുന്നത് നന്നായിരിക്കും. സെക്കൻഡ് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ചിക്കൻ പീസ് വീണ്ടും മുട്ടയുടെ വെള്ളയിൽ ഡിപ്പ് ചെയ്യുക. അത് വീണ്ടും ഓട്സിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഓട്സ് പിടിക്കണ പോലെ തന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ബ്രെഡ് ക്രംസും ഓട്സും നന്നായിട്ട് നമ്മൾ ചിക്കൻ പീസസിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡീപ് ഫ്രൈ ചെയ്യാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഡീപ് ഫ്രൈക്കുള്ള എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഡീപ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം, ഇല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ചിക്കൻ പീസ് ഇടയ്ക്കിടയ്ക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുക. ചിക്കൻ പീസസ് ഒക്കെ എണ്ണയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ ഇതാണ് നമ്മുടെ സ്വന്തം UFC ഉമ്മാസ് ഫ്രൈഡ് ചിക്കൻ. നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.